സുമതി, സുമതി, നീ ജോലിക്ക് വരുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? എനിക്ക് നല്ല സുഖമില്ല. നീ പൊയ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ. മോളെ, ബിന്ദു, മോള് വീട്ടിൽ പോ. എന്തിനാ സുമതി അവളെ പറഞ്ഞയച്ചത്? നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്ത പാപം അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. മനസ്സിലായി സുമതി. അച്ഛൻ എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. വളരെ നല്ലത്. എന്റെ ആശംസകൾ. അപ്പോൾ ബിന്ദു? ബിന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം നിങ്ങൾ നോക്കിയിട്ടല്ലല്ലോ അവൾ വളർന്നത്. എന്നെ മനസ്സിലാക്കൂ സുമതി. രമേശ്, എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി എന്നെ കാണാൻ വരരുത്. ഞാനും കുഞ്ഞും ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മോളെ, മോളിങ് വന്നേ. മോൾ എന്റെ കൂടെ വരുന്നോ? എന്തിനാ മുതലാളി? മുതലാളിയോ? മോൾ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാ മതി. അതെങ്ങനാ? അതങ്ങനെയാ. മോള് കയറ. അമ്മയടുത്ത് അപ്പൂപ്പൻ പറഞ്ഞോളാ. മോൾക്ക് അമ്മയെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനെയോ? അതിന് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടാലും വേണ്ട, അച്ഛൻ ചീത്തയാ. രണ്ടു ദിവസമായി വാസുവേട്ടൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറയൂ വാസുവേട്ട, ഇത്രയും വലിയ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? തെറ്റെന്റേതാണ്. ഞാൻ ഈ കരയിൽ വരരുതായിരുന്നു. നമ്മൾ തമ്മിൽ
ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. വാസുവേട്ടാ, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം നാട് ഏതെന്ന് പോലും അറിയാത്ത ഒരൊറ്റയാ. വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനെല്ലാം തുറന്നു പറയാം. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. മോളെ, നീ എങ്ങനെ വന്നു? ഞാൻ പറയാ, പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ഇവളെങ്ങനെ നിന്റെ മകളായി എന്ന് എന്നോട് പറയണം. നിന്റെ മൗനത്തിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മകൻ ഒരു ഭീരുവാകുന്നത് എനിക്കിഷ്ടമല്ല. സത്യം പറ, ഇവൾ നിന്റെ മകളല്ലേ? അതെ. അച്ഛൻ ക്ഷമിക്കണം. ഞാനെല്ലാം പറയാം. ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി ടൗണിൽ താമസിക്കുന്ന കാലത്താണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഐ കം ടു bury Caesar, not to praise him, not to praise him, the evil that men do. ചേച്ചിക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? ആ ആയി. ഗുഡ് മോർണിംഗ്. എന്താ ലേറ്റ്? സുമതിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. അല്ല, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഞാൻ പോയില്ല. മഹാ ബോറാണെന്ന്. ആ, പിന്നൊരു കാര്യം, സരള ഇന്ന് ഓഫീസിൽ പോകണ്ട. ഒരു പിക്ചറിന് പോവാം. അയ്യോ, ഞാനില്ല. പറ്റില്ല, വന്നേ മതിയാകും. ആരെങ്കിലും കാണും. കാണട്ടെ. എന്നായാലും കാണേണ്ടതല്ലേ. ചേച്ചി, ഈ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത്. വാചാലമായ കണ്ണുകൾ. പിന്നെ
സത്യമാണ്. ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു. എല്ലാം. എല്ലാം. എന്നെയും. നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല. രമേശ്, ഞാൻ പാവമാണ്. എന്റെ അനിയത്തെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. പക്ഷേ എന്ത് പക്ഷേ? സരളെ, എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും. നീ മാത്രം. ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. എന്നെ സംരക്ഷിക്കേണ്ടവളാണെന്ന കാര്യം പോലും മറന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛനും അമ്മയില്ലാത്ത എന്നെ സംരക്ഷിക്കേണ്ടത് ചേച്ചി ജോലിയെടുത്താണ്. പക്ഷെ ചേച്ചിയുടെ ഈ പോക്ക് നാശത്തിലേക്കാണ്. ഇല്ല സുമതി, രമേശ് എന്നെ ചതിക്കില്ല. അദ്ദേഹം എന്നെ തീർച്ചയായും വിവാഹം കഴിക്കും. സരള ഗർഭിണിയായി. ഒരു ദിവസം അവളും സുമതിയും കൂടി എന്റെ മുറിയിൽ വന്നു. രമേശ്, എന്റെ ചേച്ചി ഗർഭിണിയാണ്. രമേശിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അതിന് ഉത്തരവാദി ഞാനാണ്. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. സരളെ ഞാൻ വിവാഹം കഴിക്കും. ധൈര്യമായി പോകൂ. ഞാൻ ഇന്ന് എന്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല? പലതവണ ഞാൻ ഒരുങ്ങി. എനിക്ക് പേടിയായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ നാട് വിട്ടു. ആ പാവം പെൺകുട്ടിക്ക് എന്ത് പറ്റിയടാ?